ഇന്ന് നമ്മൾ പോകാൻ പോകുന്ന സ്ഥലത്തിൻ്റെ പേര് എല്ലാവരും കേട്ടിട്ടുണ്ട്, ഇത് കേൾക്കാത്ത മലയാളികൾ കാണില്ല. പാലരുവി. അതെ, വേനൽക്കാലം ആയതുകൊണ്ട് അടച്ചിട്ടേക്കുമായിരുന്നു. ഇപ്പോൾ മഴയൊക്കെ പെയ്തു വെള്ളമൊക്കെ ആയി സെറ്റായി കിടക്കുന്ന പാലരുവി റീ ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ രാവിലെ ഇങ്ങോട്ട് തന്നെ വെച്ച് പിടിച്ചു. നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോവുകയാണ്. കാറിൻ്റെ പാർക്കിംഗ് ഫീയും എൻട്രി ഫീയും എല്ലാം കൂടെ ചേർത്തിട്ട് ഞങ്ങൾ 2 പേർക്ക് 200 രൂപയായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ടിക്കറ്റൊക്കെ കളക്ട് ചെയ്തു. അപ്പം കാണാം പുറകിൽ കുറച്ച് വനവിഭവങ്ങളുടെ പ്രോഡക്ട്സൊക്കെ അവിടെ അടുക്കി വെച്ചേക്കുന്നു കേട്ടോ. അങ്ങനെ ടിക്കറ്റ് വാങ്ങി ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നേരെ താഴേക്ക് പോയി. അപ്പോൾ ഇവിടെ കിടക്കുന്ന ആ കണ്ട ബസ്സുണ്ടല്ലോ, അതിൽ കയറി വേണം നമുക്ക് വാട്ടർഫോളിൻ്റെ അടുത്തേക്ക് എത്താൻ. അപ്പോൾ ഇങ്ങനെ ചേച്ചിയുടെ കയ്യിൽ ടിക്കറ്റൊക്കെ കൊടുത്ത് പുള്ളിക്കാരി എന്തൊക്കെയോ എൻട്രി ചെയ്തു, നമ്പരൊക്കെ ആയിരിക്കണം. അങ്ങനെ നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഭാഗ്യത്തിന് പോസ്റ്റായില്ല. അപ്പോഴത്തേക്ക് കുറേ പേര് വന്നു. ഞങ്ങളെല്ലാവരും കൂടെ ആ ബസ്സിനകത്തേക്ക് കയറി. എനിക്കൊരു സൈഡ് സീറ്റൊക്കെ കിട്ടി, അതങ്ങനെ പിടിച്ച്. ഇതാണ് കേട്ടോ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ. അപ്പം ഞാൻ സൈഡിലിരുന്നിട്ട് ആ വ്യൂ ഒക്കെ കണ്ടിങ്ങനെ എൻജോയ് ചെയ്ത് പോവാണ് കേട്ടോ. 2 സൈഡും കട്ടവനം എന്ന് പറഞ്ഞാൽ കട്ടവനം. അതിൻ്റെ ഇടയിൽ കൂടെ നല്ല കാട്ടരുവിയും സംഭവങ്ങളൊക്കെ പോകുന്നുണ്ട്. നല്ല വൈബ് പിടിച്ച് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ കുറച്ച് മുന്നോട്ട് ചെന്നപ്പം ഇവിടെ ഒരു ആനയുടെ പാസിങ്ങിൻ്റെ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് ചെന്നപ്പോഴാണ് എൻ്റെ അമ്മോ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഈ കിടുക്കാച്ചിയായിട്ടുള്ള വ്യൂ. ഇതിൻ്റെ പേരാണ് സ്റ്റെപ്പ് ഫോൾ. പടിപടിയായിട്ട് വെള്ളം വന്ന് വീഴുന്നുണ്ടോ. നല്ല മനോഹരമായിട്ടുള്ളൊരു ദൃശ്യം. ഇതധികം ഞാൻ കണ്ടിട്ടില്ല, നേരത്തെ വന്നപ്പം കണ്ടതായിട്ട് ഓർക്കുന്നുമില്ല കേട്ടോ. ഇവിടെ ഇറങ്ങാൻ പറ്റില്ല, അവരിങ്ങനെ ആ സൈഡിലേക്ക് ബസ് സ്ലോ ചെയ്ത് തരും നമുക്ക് കാണാൻ വേണ്ടി. ആ ടൈമിൽ ഞങ്ങളെടുത്ത വീഡിയോ ആണിത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മുകളിൽ ടോപ്പിലെത്തിയിട്ടുണ്ട്. അപ്പം ഇരിക്കുന്നു നമ്മുടെ പാലരുവി വാട്ടർഫോളിൻ്റെ ബോർഡൊക്കെ. അങ്ങനെ ഞാനിവിടെ വന്നിട്ട് ഒരു ഏകദേശം 12 കൊല്ലത്തിന് മുകളിലായിട്ടുണ്ട് കേട്ടോ. 12 അല്ല, അതിൽ കൂടുതലായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറേ അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്ത് വേറൊരു വൈബായിട്ടുണ്ട്. അന്ന് മുകളിൽ വരെ നമുക്ക് പ്രൈവറ്റ് വണ്ടികൾ വരുമായിരുന്നു. ഞാൻ ചോദിച്ചാൽ പറഞ്ഞ് അതൊക്കെ ബാൻ ചെയ്തിട്ട് ഈ ബസ്സിൽ മുകളിൽ കൊണ്ടുവന്ന ഏർപ്പാടൊക്കെ തുടങ്ങിയിട്ട് തന്നെ കുറേ കൊല്ലമായി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വന്ന എന്നാണെന്നൊന്ന് ഓർത്ത് വെക്കണം. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം പാലരുവി കാണാനൊക്കെ കൊണ്ട് ഞാൻ വന്നു. കുറേ ആളുകൾ മുമ്പിൽ പോകുന്നുണ്ട്. ഇതൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ആൾക്കാരാണ് കേട്ടോ. നോർത്ത് ഇന്ത്യൻ നമ്പർ പ്ലേറ്റ് വെച്ച വണ്ടികളൊക്കെ കിടപ്പുണ്ട്. സോ അവിടെ നിന്നും ആളുകൾ വന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ നോക്കിയാൽ പോകുന്ന വഴി മൊത്തം പാറയാണ് കേട്ടോ. ഞാൻ ഈ ചെരുപ്പിട്ടത് അബദ്ധമായിപ്പോയി, ഷൂ ഇട്ടാൽ മതിയായിരുന്നു. എൻ്റെ കാലിൻ്റെ തൊലിയൊക്കെ അവിടെ എവിടെയൊക്കെ വന്നപ്പോഴത്തേക്കിന് പോയി കേട്ടോ. തിരിച്ചിറങ്ങി വന്നപ്പോഴത്തേക്കിന് ഈ സ്റ്റെപ്പൊക്കെ കയറി നമ്മൾ മുകളിലോട്ട് പോവാണ്. കണ്ടോ നമ്മുടെ പാലരുവി പെണ്ണിന് കുറേ ബട്ടർഫ്ലൈസ് ഇരിക്കുന്നതൊക്കെ. അതിനകത്ത് ബ്ലൂ കളറിനൊക്കെ കാണാൻ എന്നാ ഭംഗിയായിരുന്നു അറിയാവോ. നോക്കിക്കേ, അത്യാവശ്യം വെള്ളമുണ്ട് കേട്ടോ. ഇത്രയും വെള്ളം കാണുന്ന ഞാൻ വിചാരിച്ചില്ല, കാരണം ഒരാഴ്ച കൊണ്ട് വലുതായിട്ട് മഴയില്ലാത്തതുകൊണ്ട്. എന്തായാലും നിരാശപ്പെടുത്താത്ത രീതിയിൽ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ താഴെ കുറേ സ്റ്റെയറൊക്കെ ഉണ്ട്, അവിടെ ഇറങ്ങാൻ ഒക്കത്തില്ല, വെള്ളം വീണിട്ട് തെറ്റലായി കിടക്കുമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അവിടെ ഇറങ്ങി കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാമായിരുന്നു. നല്ല വൈബായിരുന്നു അവിടെ. അങ്ങനെ ഞാനിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് മുകളിലേക്ക് പോവാണ് കേട്ടോ. അവിടെ ഒരു ഗാർഡ് ചേട്ടൻ നിൽപ്പുണ്ട്. ഇപ്പോൾ പുള്ളിക്കാരൻ നോക്കുന്നുണ്ടോ. അപ്പോൾ ആൾക്ക് മനസ്സിലായി, എൻ്റെ അടുത്ത് പറഞ്ഞു വീഡിയോ ഒക്കെ കാണാറുണ്ടെന്ന്. അങ്ങനെ ഈ മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ കാണുന്ന ഈ കൽമണ്ഡപം ഉണ്ടല്ലോ, പണ്ട് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ സമയത്ത് ഉണ്ടാക്കിയതാണ്. അവർക്ക് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയും ഇവിടെ വന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയൊക്കെ ഉണ്ടാക്കിയിട്ടതാണ് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പൊന്നോ, ഇവിടെ നിന്നാൽ കിട്ടുന്ന ആ ഒരു വൈബ് അനുഭവിക്കണം. ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും വന്ന് കാണേണ്ടുന്ന ഒരു അത്ഭുതമാണ് കേട്ടോ ഈ പാലരുവി എന്ന് പറയുന്നത്. അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സ്ഥലമാണത്. നല്ല കാറ്റും ആ വെള്ളമൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് വന്ന് മുഖത്തൊക്കെ വീഴുന്നതൊക്കെ എന്തോ ഫീലാണെന്നറിയാവോ. അങ്ങനെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തിട്ട് മാക്സിമം എൻജോയ് ചെയ്തു. നോക്കിക്ക്, എന്നാ ഒരു ആംബിയൻസാണിത്, കൊള്ളാമല്ലേ. ആ പാലരുവി എന്നുള്ള പേര് നോക്കി, ആ പാലിൻ്റെ കളറിൽ തന്നെ പതഞ്ഞ് താഴോട്ട് വരുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവിടുത്തെ സ്റ്റാഫുകളുടെയൊക്കെ ഒരു സമീപനവും, അവർ ഈ സ്ഥലം നല്ല വൃത്തിക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഇവിടുത്തെ ഒരു സ്റ്റാഫ് ചേട്ടൻ നമ്മുടെ ഫോളോവർ ഉണ്ട്. പക്ഷേ എൻ്റെ വീഡിയോ കണ്ടപ്പോഴാണ് പുള്ളിക്കാരെ അറിഞ്ഞത് ഞാൻ അവിടെ ചെന്നു എന്നുള്ളത്. ഇനി ചെല്ലുമ്പം പറഞ്ഞിട്ട് ചെല്ലണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചേട്ടനെ ഞാൻ കോൺടാക്റ്റ് ചെയ്യും. ഒരു വട്ടവും കൂടെ ഞാൻ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നോക്കി അവരൊക്കെ വന്ന് എൻജോയ് ചെയ്യുകയാണ്. ഇതിലൊക്കെ സ്പീക്കറും മ്യൂസിക്കും ഒക്കെ ആയിട്ട് വന്ന് സെറ്റായിട്ട് വൈബ് അടിക്കുന്ന പിള്ളേരാണ് കേട്ടോ. ഇത് ഗേൾസിന് കുളിക്കാൻ വേണ്ടിയുള്ള സെപ്പറേറ്റ് സെക്ഷനാണ് കേട്ടോ.
അപ്പോൾ നമുക്ക് അപ്പുറത്തോട്ട് പോകാക്കത്തില്ല. ഇവിടെ അധികം അകത്തോട്ട് പോകാക്കത്തില്ല. പെൺപിള്ളേരുണ്ടായിട്ട് ക്യാമറ ഇങ്ങനെ അധികം യൂസ് ചെയ്യാക്കത്തില്ല. പിന്നെ അത്യാവശ്യം വീഡിയോ ഒക്കെ എടുത്തു. നല്ല തണുത്ത വെള്ളം കേട്ടോ, പാറയിൽ തട്ടി തട്ടി വരുന്ന വെള്ളമല്ലേ, അവിടെ മൊത്തം പാറയാണ്. നല്ല അടിപൊളി ലൊക്കേഷനാണ് കേട്ടോ. എന്നാ ഒരു ഭംഗിയാണെന്ന് നോക്കി. പോകാനൊന്നും തോന്നില്ല, പക്ഷെ പോകണം. നിൽക്കുമ്പോൾ വരുന്നതിന് മുമ്പ് എനിക്ക് വീട്ടിൽ ലാൻഡ് ചെയ്യണം. അതിനിടയ്ക്ക് വെച്ച് കിട്ടുന്ന ടൈമിലാണ് ഞാൻ ഈ ചാടി വരുന്നത്. നോക്കി, ഇതാണ് അപ്പം പാലരുവി. കണ്ടിട്ടില്ലാത്തവരൊക്കെ പാലരുവി കണ്ടല്ലോ അല്ലേ. ദേ കുറേ പേരുടെ കുഞ്ഞു വാവയൊക്കെ കൊണ്ടുവന്നിരിക്കുന്നു. ഈ ചേട്ടൻ നോക്കി തൂത്ത് വൃത്തിയാക്കി ഇടുന്നു. നല്ല വൃത്തിക്ക് ഇട്ടേക്കാണ് കേട്ടോ, അത് പറയാതിരിക്കാൻ ഒക്കത്തില്ല. എന്നാ ഒരു ഭംഗിയാണ് നോക്കി. ദേ നമ്മുടെ ആ ഗാഡി ചേട്ടന്മാരൊക്കെ ഇറങ്ങി പോകുന്നു. അപ്പോൾ തിരിച്ചു വന്ന വഴിക്ക് കണ്ട ആ സൈഡിൽ കൂടി ഇങ്ങനെ അത് വെള്ളം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ, അരുവിയായിട്ട്. ഞാൻ തിരിച്ച് വണ്ടിയിൽ കയറി നമ്മൾ പോകാൻ പോവുകയാണ് കേട്ടോ. എന്തെങ്കിലും നോക്കി വേറെ കുറേ ആളുമായിട്ട് വണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ പാലരുവി യാത്ര ഇവിടെ തീരുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ദിവസങ്ങളിൽ വരുന്നതായിരിക്കും. ദേ